കാസർഗോഡ് KSMDFCയുടെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം മാറ്റിയത് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് വിവരം. ചെർക്കളയിൽ നിന്ന് കാസർഗോഡ് നഗരത്തിലേക്ക് ഓഫീസ് മാറ്റുന്നതിനെതിരെയാണ് എതിർപ്പുയർത്തിയത്. പ്രാദേശികമായ എതിർപ്പിനെ തുടർന്നാണ് ഉദ്ഘാടനം മാറ്റിയതെന്ന് തുറന്ന് സമ്മതിച്ച് മന്ത്രി N. ശംസുദ്ദീൻ. കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷന്റെ നവീകരിച്ച കാസർഗോഡ് മേഖലാ ഓഫീസിന്റെ ഉദ്ഘാടനമാണ് അവസാന നിമിഷം മാറ്റിവെച്ചത്. ചെർക്കളയിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസ് കാസർഗോഡ് നഗരത്തിലേക്ക് മാറ്റാൻ LDF സർക്കാരിന്റെ കാലത്ത് തന്നെ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയിരുന്നു. കാസർഗോഡ് KPR റാവു റോഡിലെ BSNL ടെലിഫോൺ ഭവനിൽ 2ാം നിലയിലാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കായുള്ള പുതിയ റീജിയണൽ ഓഫീസ് സജ്ജീകരിച്ചത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് ഫർണിച്ചർ സംവിധാനം ഉൾപ്പെടെ ഒരുക്കിയിരുന്നു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ബോർഡും സ്ഥാപിച്ചു. തിങ്കളാഴ്ച മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. ഉദ്ഘാടനത്തിന്റെ ഫ്ലക്സുകൾ നഗരത്തിൽ സ്ഥാപിച്ച് നോട്ടീസുമിറക്കി. എന്നാൽ ചെർക്കളയിൽ നിന്ന് ഓഫീസ് മാറ്റുന്നതിനെതിരെ മുസ്ലിം ലീഗ് നേതൃത്വം രംഗത്തെത്തിയതോടെ ഉദ്ഘാടനം മാറ്റുകയായിരുന്നു. പ്രാദേശിക സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് മന്ത്രി N. ശംസുദ്ദീൻ തുറന്ന് സമ്മതിച്ചു. അതിൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. അപ്പം നിലവിലൊരിടത്ത് അത് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് സ്വാഭാവികമായിട്ടൊരു ഓഫീസ് പ്രവർത്തിക്കുന്ന പ്രദേശത്ത് അത് അവിടെ നിന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന ചില കൺസൾട്ടേഷന് കാര്യത്തിൽ ആവശ്യമാണ്. അതില്ലാതെയാണ് പെട്ടെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചതെന്നാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ തൽക്കാലം അത് സ്റ്റോപ്പ് ചെയ്തു. അല്ല, രാഷ്ട്രീയ സമ്മർദ്ദമല്ല. രാഷ്ട്രീയ സമ്മർദ്ദം എന്ന് പറയുന്നത് എന്താ? ജനങ്ങളുടെ ആവശ്യമാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങളിൽ നിന്നുള്ള ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ പാർട്ടികൾ പറയാം, ചിലപ്പോൾ മറ്റ് സംഘടനകൾ പറയാം. ഏതായാലും അവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. അത് മാറുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. തീർച്ചയായും അത് പരിശോധിച്ചിട്ട് ചെയ്യും. ഓഫീസ് ചെർക്കളയിലായതിനാൽ കണ്ണൂരിൽ നിന്നടക്കം വരുന്ന ഉപഭോക്താക്കൾ നേരിടുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് ജില്ലാ ആസ്ഥാനത്തേക്ക് ഓഫീസ് മാറ്റാൻ തീരുമാനിച്ചത്. സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കി സ്വകാര്യ കെട്ടിടങ്ങൾക്ക് പകരം BSNL ഭവനിൽ ഒഴിഞ്ഞുകിടക്കുന്ന മുറിയാണ് കണ്ടെത്തിയത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് ഓഫീസ് നിർമ്മാണം പൂർത്തിയാക്കി. കോട്ടയം, ആലപ്പുഴ, താനൂർ ഓഫീസുകളും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചിരുന്നു. നിലവിൽ പ്രവർത്തിക്കുന്ന ചെർക്കളയിൽ മതിയായ ശുചിമുറി സൗകര്യം പോലുമില്ല. രാഷ്ട്രീയ ഇടപെടലിന്റെ പേരിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഓഫീസ് ഉദ്ഘാടനം മാറ്റിയതിനെതിരെ ശക്തമായ പ്രതിഷേധമുയരുന്നുണ്ട്. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.